നമസ്കാരം. HP കമ്മ്യൂണിക്കേഷൻസ് ന്യൂസ് 7 TV വാർത്തയിലേക്ക് സ്വാഗതം. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷികം 82ാം ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. പ്രസിഡന്റ് കൃഷ്ണമോഹൻ ഉമ്മൻചാണ്ടി അനുസ്മരണ പ്രഭാഷണം നടത്തി. 11ാം വാർഡിലെ ഒരു കുടുംബത്തിനുള്ള ധനസഹായം ബ്ലോക്ക് ജനറൽ സെക്രട്ടറി VP നൌഷാദ് വാർഡ് കൗൺസിലർ ആനി മാർട്ടിന് കൈമാറിക്കൊണ്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. മൈനോറിറ്റി ഡിപ്പാർട്ട്മെന്റ് പെരുമ്പാവൂർ നിയോജക മണ്ഡലം ചെയർമാൻ സാം അലക്സ്, കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പോൾ MP എന്നിവർ സംസാരിച്ചു. ഏറ്റവും പ്രിയങ്കരനായ കേരളത്തിൻ്റെ അഭിമാനവും കോൺഗ്രസിൻ്റെ ഏറ്റവും മുതിർന്ന നേതാവുമായ ബഹുമാന്യനായ ഉമ്മൻചാണ്ടി സാറ് നമ്മളെ വിട്ടുപിരിഞ്ഞിട്ട് 1 വർഷം തികയാണ്. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് മുൻപിൽ ആദരാഞ്ജലികൾ അർപ്പിക്കാനും അദ്ദേഹം ഈ കേരളത്തിനും ചെയ്ത സേവനങ്ങൾ അനുസ്മരിക്കുന്നതിനും വേണ്ടി സമുചിതമായി നമ്മൾ അദ്ദേഹത്തിൻ്റെ ചരമദിനം ഇന്ന് കേരളമെമ്പാടും ആചരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി KPCCയുടെ ആഹ്വാനപ്രകാരം ഇന്ന് ബൂത്ത് 82 നമ്മുടെ ബൂത്തിൽ അദ്ദേഹത്തിൻ്റെ സ്മരണ പുതുക്കുന്നതിനും അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ അയവിറക്കുന്നതിനും വേണ്ടി നമ്മൾ സമുചിതമായി ഇന്ന് ബൂത്ത് കമ്മിറ്റി ഒന്നടങ്കം അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് നമ്മൾ ആദരാഞ്ജലി അർപ്പിക്കുകയാണ്. വികസന നായകൻ എന്ന അർത്ഥത്തിൽ 100% നീതി പുലർത്തിയ കേരള മുഖ്യമന്ത്രിയാണ് ഉമ്മൻചാണ്ടി. നമുക്കറിയാം, മെട്രോ റെയിൽ, അതുപോലെ വിഴിഞ്ഞം തുറമുഖം, ഈ കഴിഞ്ഞ ആഴ്ച ഉദ്ഘാടനം ചെയ്ത വിഴിഞ്ഞം തുറമുഖം അദ്ദേഹത്തിൻ്റെ പേര് പോലും തമസ്കരിക്കുന്ന രീതിയിൽ വളരെ സങ്കുചിതമായ രീതിയിൽ കേരളത്തിൻ്റെ ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പെരുമാറിയത് നമ്മളെ ഏവരെയും ദുഃഖിപ്പിക്കുന്നു. നമുക്കറിയാം, ഇത് അസംബ്ലിയിൽ ഉമ്മൻചാണ്ടി എന്ന് പ്രഖ്യാപിച്ചത് ഒട്ടേറെ പ്രതിപക്ഷ എതിർപ്പുകൾക്കിടയിൽ അന്ന് പിണറായി വിജയൻ അടക്കമുള്ള LDFകാർ പറഞ്ഞത് ഇത് തികച്ചും കടൽ കൊള്ളയാണ്, വിഴിഞ്ഞം തുറമുഖം നടപ്പിലാക്കുന്നത് കടൽ കൊള്ളയാണെന്ന് ആക്ഷേപിച്ചവർ ഇന്നത് നടപ്പിലാക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് പോലും പരാമർശിക്കാൻ മറന്നു എന്നുള്ളത് വളരെ ലജ്ജാകരമായിട്ടാണ് കേരള സമൂഹം കാണുന്നത്. നമുക്കറിയാം, അസംബ്ലിയിൽ ഇത്തരം പ്രശ്നങ്ങൾ, വിഴിഞ്ഞം തുറമുഖത്തെക്കുറിച്ച് ആക്ഷേപങ്ങൾ ഉന്നയിച്ച് അന്നത്തെ പ്രതിപക്ഷം സംസാരിച്ചപ്പോൾ ബഹുമാന്യനായ മുഖ്യമന്ത്രി അസംബ്ലിയിൽ ഒന്നാകെ പറഞ്ഞത് എന്തു വന്നാലും എന്ത് വില കൊടുത്തും വിഴിഞ്ഞം തുറമുഖം നടപ്പിലാക്കും എന്ന് അദ്ദേഹം അക്ഷരാർത്ഥത്തിൽ ആശങ്കയ്ക്കിടയില്ലാത്ത വിധം പ്രഖ്യാപിച്ചത് നമുക്ക് ഏവർക്കും ഓർമ്മയുണ്ട്. അങ്ങനെ പ്രഖ്യാപിച്ച് മുന്നോട്ട് പോയ വിഴിഞ്ഞം തുറമുഖം നടപ്പിലാക്കാൻ ഏറ്റവും അധികം താല്പര്യമെടുത്ത ബഹുമാനായ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയും UDF നേതാക്കന്മാരും UDFും സമഗ്രമായി ഈ വിഴിഞ്ഞം തുറമുഖത്തിന് വേണ്ടി വാദിച്ച് അത് നടപ്പിലാക്കിയപ്പോൾ അദ്ദേഹത്തെ മറന്ന ഒരു മുഖ്യമന്ത്രിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സമഗ്ര മേഖലയിലും അഴിമതി മാത്രം മുഖമുദ്രയാക്കിയ UDF നടപ്പിലാക്കിയ എല്ലാ പദ്ധതികളും ഉദ്ഘാടനം ചെയ്യുക മാത്രം ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രി എല്ലാ മേഖലകളിലും പരാജയപ്പെട്ടിരിക്കുന്നു. ആ പരാജയം തീർച്ചയായിട്ടും വിദൂര ഭാവിയിൽ വരുന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും നമ്മൾ ഒറ്റക്കെട്ടായി എല്ലാ ജനാധിപത്യ വിശ്വാസികളും ഒരുമിച്ച് നിന്നുകൊണ്ട് നമ്മളതിന് മറുപടി കൊടുക്കണം, ബാലറ്റ് പേപ്പറിലൂടെ മറുപടി കൊടുക്കണം എന്നാണ് ആമുഖമായിട്ടും സാന്ദർഭികമായിട്ടും എനിക്ക് പറയാനുള്ളത്. ഉമ്മൻചാണ്ടി എന്ന് പറയുന്നത് സാധാരണക്കാരൻ ആർക്കും എപ്പോഴും ആശ്രയിക്കാവുന്ന ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിൻ്റെ മുന്നിൽ എല്ലാവിധ ആദരാഞ്ജലികളും അർപ്പിക്കുന്നു.